കട്ടപ്പന മുനിസിപ്പാലിറ്റി ഒന്നും ചെയ്തു തന്നിട്ടില്ല ആർക്കും. കട്ടപ്പന മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന UDF ഭരണസമിതിക്കെതിരെ ജനരോഷം ഇരമ്പുകയാണ്. നഗരത്തിന്റെ ഹൃദയഭാഗമായ ബസ് സ്റ്റാൻഡിലെ ദുരവസ്ഥയാണ് ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയം. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ബസ് സ്റ്റാൻഡിൽ വ്യാപാരികൾക്ക് കുടചൂടി ഇരിക്കേണ്ടി വരുന്ന ഗതികേടാണുള്ളത്. ഹൈറേഞ്ചിന്റെ വാണിജ്യ കേന്ദ്രമായ കട്ടപ്പനയിൽ നഗരപിതാവും ഭരണസമിതിയും വികസനത്തെക്കുറിച്ച് വാചാലരാകുമ്പോഴും യാഥാർത്ഥ്യം ഇതിന് വിരുദ്ധമാണ്. ബസ് സ്റ്റാൻഡ് നവീകരണത്തിന്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുവെന്ന് അവകാശപ്പെടുമ്പോഴും അതിന്റെ ഗുണഫലം ജനങ്ങൾക്കോ വ്യാപാരികൾക്കോ ലഭിക്കുന്നില്ല. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് പ്രധാന ആരോപണം. പണികൾ പൂർത്തിയായി അധികം വൈകാതെ തന്നെ മേൽക്കൂരകൾ ചോർന്നൊലിക്കാൻ തുടങ്ങിയത് നിർമ്മാണത്തിലെ അപാകതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വികസനത്തിനായി അനുവദിച്ച ഫണ്ട് കൃത്യമായി വിനിയോഗിക്കാതെ ഭരണസമിതിയുമായി അടുത്തവർക്ക് കരാറുകൾ നൽകി അഴിമതി നടത്തിയതായി നാട്ടുകാർ പരാതിപ്പെട്ടു. കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ മഴ പെയ്ത് കഴിഞ്ഞ ഇവിടുത്തെ അവസ്ഥ ഇതാണ്. പുതിയ ബസ് സ്റ്റാൻഡിലെ അവസ്ഥ ഇതാണ്. സകലമാന കച്ചവടക്കാരുടെ അവസ്ഥ ഇതാണ്. എല്ലായിടത്തും മഴ പെയ്ത് വെള്ളം വീണ് എല്ലാ അവസ്ഥ ഇതാണ് അവസ്ഥ. മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലായിടത്തും ചോർച്ച, എല്ലാം കിടക്കാത്തും എന്തെങ്കിലും സാഹചര്യം ചെയ്തു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാരും ഒന്നും ചെയ്തു തരാറില്ല. ഒരു കാര്യം ചെയ്തു തരാറില്ല. ഞങ്ങൾക്ക് ആർക്കും സഹകരണം ചെയ്തു തരാറില്ല. വാടക മാത്രം കറക്റ്റായിട്ട് അടയ്ക്കണം. ഫൈൻ മേടിക്കാൻ ചോദിക്കാൻ വേണ്ടി ഇവർ കറക്റ്റായിട്ട് വരും. ഇന്നലെ വന്നപ്പോഴും ഞാൻ കറക്റ്റായിട്ട് ചോദിച്ചു, നമുക്ക് വേണ്ട ആവശ്യങ്ങൾ ചെയ്തു തരുമോ? ഒന്നും ചെയ്യത്തില്ല. പുതിയൊരാൾ സെക്രട്ടറി ആണെന്ന് പറഞ്ഞ ID കാർഡ് ഇട്ട് വന്നു. വാടക അടച്ചില്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ പിരിച്ചുവിടുമെന്ന് പറഞ്ഞു. ഇവർക്ക് എന്നെ ചെയ്തു തരാമെന്ന് ഇവരൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതാ ഇവിടുത്തെ അവസ്ഥ കണ്ടല്ലോ. ഇത് നോക്കിയോ, ഒന്നും പറയുന്നില്ല. ഞാൻ കള്ളം പറയുന്ന ഒന്നും പറയുന്നില്ല. കഴിഞ്ഞ വർഷം തൊട്ട് ഞാൻ പരാതി കൊടുത്തോണ്ടിരിക്കുക. വെള്ളം വീണ് കഴിയുമ്പോൾ 10-25,000 രൂപ സാധനം കഴിച്ചു. കഴിഞ്ഞ വർഷം ഇവിടെ കത്തിപ്പോയത്. ഇവിടുത്തെ അവസ്ഥ അത് കാണിച്ചു കൊടുക്കും. കണ്ടു നോക്കുന്ന ആൾക്കാർ ഞാൻ കള്ളം പറയുന്നത് ഒരുപാട് ഇവിടുത്തെ അവസ്ഥ ഇവിടുന്ന് കാണിച്ചു കൊടുക്കണം. കാണട്ടെ, ആൾക്കാർ കാണട്ടെ. ഇവിടെ വെള്ളം വീട്ടിരിക്കുക, എല്ലാ കടയിലും വെള്ളം വീണിരിക്കുക. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കാരണം കട്ടപ്പന മുനിസിപ്പാലിറ്റിയാണ് അനധികൃത സാഹചര്യം മൂലം മാത്രം സംഭവിക്കുന്നതാണിത്. ഒരു വർഷമായിട്ട് ഇവർ ചെയ്യാന്ന് പറയുന്നതല്ലാതെ ഇവരൊരു തേങ്ങയും ചെയ്തിട്ടില്ല. ഉള്ള കാര്യം ഞാൻ പറയാം, എനിക്കൊരു കുഴപ്പമില്ല പറയുന്നത്. ചെയ്യുന്നില്ല, പൈസ മേടിക്കാൻ വേണ്ടി മാത്രം ഇവർ കാത്തു വരും. ചെയ്യുന്നുള്ള ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം കടയിൽ നമ്മൾ എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്തോളാൻ ഇവർ പറയുന്നത്. പുതിയൊരു പുള്ളി വന്ന് കഴിഞ്ഞ സെക്രട്ടറി ആണെന്ന് പറഞ്ഞ ID കാർഡ് വന്നു. വാടക നടത്തില്ലെങ്കിൽ ഈ വർഷം പെനാൽറ്റി എടുക്കുമെന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു പെനാൽറ്റി എടുത്തോ, നമുക്ക് വേണ്ട ആവശ്യങ്ങൾ ചെയ്തതാ. ഇവരൊന്നും ചെയ്തു തരുന്നില്ല. കടയ്ക്ക് ചോർച്ച, വേര് വരുപ്പിച്ച അവസ്ഥ, പല അവസ്ഥ ഇവിടെ. ഇവരാരും ഒന്നും ചെയ്തു തരുന്നില്ല. വാടക മാത്രം വേണ്ടി കറക്റ്റായിട്ട് വരും. ഇവരെല്ലാ കളിക്കാരുടെ അവസ്ഥയാണ്. ഒരു കസ്റ്റമർക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റത്തില്ല. ഇവിടെ വെള്ളം വീണോണ്ടിരിക്കുക. ബോർഡ്, ലൈറ്റ്, സകലമായ സാധനം മഴ പെയ്തിട്ടും കത്തിപ്പോവും. ഇവരാരും നമുക്കൊന്നും ചെയ്തു തരാറില്ല. ഞാൻ കള്ളം പറയുന്ന അല്ലെങ്കിൽ കാണാൻ നോക്കി ഇതാണ്. എല്ലാ കടയിലും വെള്ളം വീണോണ്ടിരിക്കുക. കടയടച്ചിട്ട് വീട്ടിൽ പോകേണ്ട സാഹചര്യമാണ് ഞങ്ങൾ. എന്നിട്ട് ഇവര് വാടക ചോദിച്ചു എന്നിട്ട് നമ്മൾ അടയ്ക്കുന്നുണ്ട്. നമ്മുടെ മാന്യത. ഇവരാരും ഒന്നും ചെയ്തു തരാറില്ല. അല്ലാണ്ട് പിന്നെ ഭീഷണിപ്പെടുത്തി വാടക അടയ്ക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യത്തില്ല. അത് നമ്മൾ ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ സാഹചര്യം ഇതാണ്. കഷ്ടപ്പെട്ട് നമ്മൾ സമ്പാദിച്ച് ജീവിക്കുമ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അല്ലാതെ കട്ടപ്പന മുനിസിപ്പാലിറ്റി ഒന്നും ചെയ്തു തന്നിട്ടില്ല ആർക്കും ഇത്രയും കാലമായിട്ട്, വാടകയല്ലാതെ. സ്വന്തം സീറ്റ് ഉറപ്പിക്കാനായി രാഷ്ട്രീയ ചരടുവലികളും ഓട്ടത്തിലുമാണ് നഗരപിതാവെന്ന് വിമർശകർ പരിഹസിക്കുന്നു. സാധാരണക്കാരായ വ്യാപാരികളുടെ യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനേക്കാൾ മുൻഗണന വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾക്കും സ്ഥാനമാനങ്ങൾക്കുമാണ് നൽകുന്നത്. കടകളിൽ വെള്ളം കയറി നാശനഷ്ടങ്ങൾ സംഭവിക്കുമ്പോഴും നഗരസഭ അധികൃതർ മൗനം പാലിക്കുന്നത് പ്രതിഷേധാർഹമാണ്. കട്ടപ്പനയുടെ വികസനത്തിനായി ലഭിക്കുന്ന തുകകൾ പാഴാക്കാതെ അഴിമതിരഹിതരും സുതാര്യവുമായ രീതിയിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. കുട ചൂടിയിരിക്കുന്ന വ്യാപാരികളുടെ ചിത്രം കട്ടപ്പനയുടെ വികസന മോഡലിനേറ്റ കരിനിഴലാണ്.